വൈറ്റമിൻ സി സ്കിൻ കെയറിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണത്. അതുകൊണ്ട് തന്നെ പലരും അത് സ്കിൻ കെയർ റുട്ടീന്റെ ഭാഗമാക്കാറുണ്ട്. പക്ഷേ ഈ മോളിക്യൂൾ യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ അതിനെക്കുറിച്ചൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു കെമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ്, ലൈറ്റ്, ഓക്സിജൻ ഇതിനോടൊക്കെ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുകയും അതിന്റെ ഇഫക്റ്റീവ്നെസ് കുറയുകയും ചെയ്യും. സോ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ, അത് വാങ്ങിക്കുന്നതിന്റെ മുന്നേ ഏറ്റവും അതിന്റെ മാക്സിമം ബെനിഫിറ്റ് എങ്ങനെ കിട്ടാം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പാക്കേജിങ് ക്ലിയർ ആയിട്ടുള്ള ബോട്ടിൽസിലാണ് ഇത് പാക്കേജ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലൈറ്റിനോട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ഉള്ളിലുള്ള വൈറ്റമിൻസിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടും, അതിന്റെ ഇഫക്റ്റീവ്നെസ് കുറയും. സോ അതുകൊണ്ട് തന്നെ നല്ല കമ്പനീസ് ഇത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ബോട്ടിൽസ്, ഡാർക്ക് ബ്ലൂ കളറിലോ ബ്രൗണിഷ് കളറിലോ ഉള്ള ബോട്ടിൽസിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യാൻ. ഇതാണ് അതിന്റെ റീസൺ. കാരണം ആ വൈറ്റമിൻ സിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് തിങ്, നമ്മളിത് വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് എവിടെയാണെന്നുള്ളത്. നമ്മൾ ജനലിന്റെ അടുത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജനലിലൂടെ വെയിൽ തട്ടിയിട്ടോ അല്ലെങ്കിൽ ചൂട് തട്ടിയിട്ടോ അതിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടാം എഗെയിൻ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. ഏറ്റവും ഐഡിയലി നമ്മളൊരു വെലിപ്പിന്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ആ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ അതിന്റെ ഇന്റഗ്രിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യും. വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഫർദർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. വാച്ച് ദ സ്പേസ് ടു നോ മോർ. താങ്ക് യു.